ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അരുൺ. ഞാൻ ഇവിടെ കൊല്ലം കരുനാഗപ്പള്ളിക്കാരനാണ്. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഹലാലായിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന മ്യൂച്വൽ ഫണ്ട് SIP ഏതെല്ലാമാണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമുക്ക് നേരെ ആ ഒരു വീഡിയോയിലേക്ക് പോവാം. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി വയ്ക്കുക. എന്നാൽ മാത്രമേ ഞാനിനി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പം നമുക്ക് നേരെ ആ ഒരു വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് തസീസ് എന്നാണ്. തസീസ് എന്നാൽ തഖ്വ അഡ്വൈസറി ആൻഡ് ശരിയായ ഇൻവെസ്റ്റ്മെൻറ്റ് സൊല്യൂഷൻ എന്നാണ്. ശരിയത്ത് ഉപദേശവും ശരിയത്ത് നിക്ഷേപ പരിഹാരങ്ങളും നൽകുന്ന ഒരു സ്ഥാപനമാണ് തസീസ്. ഇസ്ലാമിക തത്വങ്ങളും മാർഗനിർദ്ദേശങ്ങളും അനുസരിച്ച് സാമ്പത്തിക സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതിൽ അവർ വൈവിധ്യം നേടിയിട്ടുണ്ട്, പ്രത്യേകിച്ച് അക്കൗണ്ടിംഗ്, നിക്ഷേപം എന്നീ മേഖലകളിൽ. തസീസ് എന്ന പേരുകൊണ്ട് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നിയമപരമായ ചട്ടക്കൂടിനുള്ളിൽ പ്രവർത്തിക്കുമ്പോൾ ശരിയത്ത് ഉപദേശവും ശരിയത്ത് നിക്ഷേപ പരിഹാരങ്ങളും നൽകുന്ന ഒരു സ്ഥാപനമായി മാറാൻ തസീസിന് കഴിയുന്നുണ്ട്. ഇന്ത്യയിൽ അംഗീകരിച്ചിട്ടുള്ള ശരിയത്ത് നിയമം അനുസരിച്ച് വർക്ക് ചെയ്യുന്ന കമ്പനികളുടെ ലിസ്റ്റ് കിട്ടുന്നത് അത് തസീസിലൂടെയാണ്. ഈ ലിസ്റ്റിൽ നിന്നും ഹലാലായിട്ടുള്ള കമ്പനി ഏതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. എന്നിട്ട് അവരുടെ സ്റ്റോക്കുകളിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പഠിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മളെപ്പോലെയുള്ള സാധാരണ ജനങ്ങൾക്ക് പറ്റുന്നത് മ്യൂച്വൽ ഫണ്ട് വഴി SIPയിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നതാണ്. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിലൂടെ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് നല്ല രീതിയിലുള്ള റിട്ടേൺസ് കിട്ടുക എന്നതാണ്. ഇവിടെ സ്റ്റോക്ക് മാർക്കറ്റിനെ അപേക്ഷിച്ച് റിസ്ക് താരതമ്യേന കുറവാണ്. അപ്പോൾ ഹലാലായിട്ടുള്ള SIPയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളവർക്ക് ഇന്ത്യയിൽ നമുക്ക് വിശ്വസിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന 2 ഹലാലായിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് SIP ഏതാണ് എന്ന് ചോദിക്കുകയാണ് എങ്കിൽ ഒന്നാമത്തേത് ടാറ്റ എത്തിക്കൽ ഫണ്ടാണ്, രണ്ടാമത്തേത് ടോറിസ് എത്തിക്കൽ ഫണ്ടാണ്. ഇത് കൂടാതെ ഒരു ഇൻഡെക്സ് ഫണ്ട് ഉണ്ട്. അതിൻ്റെ പേരെന്ന് പറയുന്നത് റിലയൻസ് ETF ഷെരിഹ ബി എന്നാണ്. ഇപ്പോൾ അത് നിപ്പോൾ ഇന്ത്യ ETF ഷെരിഹ ബി എന്നായിട്ടുണ്ട്. സാധാരണയായി മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിനേക്കാളും റിട്ടേൺസ് കുറവായിരിക്കും ഇൻഡെക്സ് ഫണ്ടിൽ. പക്ഷേ നമുക്ക് വേണ്ടത് റിട്ടേൺസ് കൂടുതലുള്ള ഹലാലായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടാണ്. അതിൽ ഒന്നാണ് ടാറ്റ എത്തിക്കൽ ഫണ്ട്. ടാറ്റ എത്തിക്കൽ ഫണ്ടിനെ കുറിച്ച് വിശദമായൊരു വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാവുന്നതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ടാറ്റ എത്തിക്കൽ ഫണ്ടിനെ കുറിച്ച് ഞാനൊന്ന് ചുരുക്കി പറഞ്ഞു തരാം. ടാറ്റ മ്യൂച്വൽ ഫണ്ട് വാഗ്ദാനം ചെയ്യുന്ന ഒരു മ്യൂച്വൽ ഫണ്ടാണ് ടാറ്റ എത്തിക്കൽ ഫണ്ട്. ഒരു ഓപ്പൺ എൻഡഡ് ഇക്വിറ്റി ഫണ്ടാണ് ടാറ്റ മ്യൂച്വൽ ഫണ്ട്. ചില ധാർമ്മിക മാനദണ്ഡങ്ങൾ പാലിക്കുന്ന കമ്പനികളിൽ നിക്ഷേപം നടത്താനാണ് ഫണ്ട് ലക്ഷ്യമിടുന്നത്. ടാറ്റ എത്തിക്കൽ ഫണ്ടിൽ നമുക്ക് ലംസമായിട്ടും SIP ആയിട്ടും ഇൻവെസ്റ്റ് ചെയ്യാം. ടാറ്റ എത്തിക്കൽ ഫണ്ടിൻ്റെ NAV വാല്യൂ എന്ന് പറയുന്നത് 252.37 ആണ്. അതുപോലെ തന്നെ എത്തിക്കലായിട്ടുള്ള ധാർമ്മികതയുള്ള രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനാണ് ടാറ്റ എത്തിക്കൽ ഫണ്ട്. ടാറ്റ എത്തിക്കൽ ഫണ്ടിൻ്റെ ലംസത്തിന് 14% റിട്ടേൺസ് ഈ ഫണ്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ SIPക്ക് കുറേ ഏറ്റക്കുറച്ചിലുണ്ടെങ്കിലും 15% മുകളിൽ റിട്ടേൺസ് ഈ ഫണ്ട് കൊടുക്കുന്നുണ്ട്. ഇന്ത്യയെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഫണ്ടാണ് ടാറ്റ എത്തിക്കൽ ഫണ്ട്. ശരിയത്ത് പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് ടാറ്റ എത്തിക്കൽ ഫണ്ട് മുമ്പോട്ട് വന്നിരിക്കുന്നത്. ടാറ്റ എത്തിക്കൽ ഫണ്ട് ഒരു ഹലാൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഹൈ റിസ്ക് കാറ്റഗറിയിൽ വരുന്നതാണ് ടാറ്റ എത്തിക്കൽ ഫണ്ട്. ടാറ്റ എത്തിക്കൽ ഫണ്ടിൽ നിങ്ങൾ ഏജൻറ്റ് മുഖേന ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അടുത്തതാണ് ടോറിസ് എത്തിക്കൽ ഫണ്ട്. 2009 മാർച്ച് 20-നാണ് ടോറിസ് എത്തിക്കൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. ടോറിസ് എത്തിക്കൽ ഫണ്ടിൻ്റെ NAV വാല്യൂ എന്ന് പറയുന്നത് 116.78 ആണ്. ശരിയത്തിൻ്റെ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള വൈവിധ്യമാർന്ന ഇക്വിറ്റി പോർട്ട്ഫോളിയോയിൽ നിക്ഷേപം വഴി യൂണിറ്റ് മൂലധന വിലമതിപ്പും വരുമാന വിതരണവും നൽകുന്നു. ടാറ്റ എത്തിക്കൽ ഫണ്ട് പോലെ തന്നെ നമുക്ക് ലംസമായിട്ടും SIP ആയിട്ടും ടോറിസ് എത്തിക്കൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. മിനിമം ഓരോ മാസവും 500 രൂപ മുതൽ മുകളിലേക്ക് നിങ്ങൾക്ക് ഈ നിരക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. ലംസത്തിനും SIPക്ക് ഒരു മാക്സിമം ലിമിറ്റ് ഇല്ല. അതുകൊണ്ട് എത്ര രൂപ വേണമെങ്കിലും നമുക്ക് ടോറിസ് എത്തിക്കൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. ശരിയത്ത് മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ചില ധാർമ്മിക മാനദണ്ഡങ്ങളുമായി പൊരുത്തപ്പെടുന്ന കമ്പനികളിൽ നിക്ഷേപം നടത്താൻ ഈ ഫണ്ട് ലക്ഷ്യമിടുന്നു. ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഫണ്ടാണ് ടോറിസ് എത്തിക്കൽ ഫണ്ട്.
ടോറിസ് എത്തിക്കൽ ഫണ്ടിനെ കുറിച്ചും വിശദമായൊരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ടാറ്റ എത്തിക്കൽ ഫണ്ട് പോലെ തന്നെ ഹൈ റിസ്ക് കാറ്റഗറി വരുന്ന ഫണ്ടാണ് ടോറിസ് എത്തിക്കൽ ഫണ്ട്. ടോറിസ് എത്തിക്കൽ ഫണ്ടിൽ നിങ്ങൾക്ക് ഓൺലൈനായോ അതല്ലെങ്കിൽ ഏജൻറ്റ് മുഖേനയോ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം. എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ടോറിസ് എത്തിക്കൽ ഫണ്ടിൽ നിങ്ങൾ ഏജൻറ്റ് മുഖേന ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ടാറ്റ എത്തിക്കൽ ഫണ്ടിനെ കുറിച്ചും ടോറിസ് എത്തിക്കൽ ഫണ്ടിനെ കുറിച്ചും വിശദമായ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് കാണുക. അത് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോസ് വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.